ഈശ്വരനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചിലരെങ്കിലും മറുപടി പറയും, അത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് പറയും. അപ്പോൾ ഈ ശക്തി എന്താണ്? ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ അദ്ദേഹം ഈ ശക്തിയെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ശക്തിയെ ആശ്രയിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് ശക്തി എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മണ്ണ് എടുക്കാം, കളിമണ്ണ്. മണ്ണിൻ്റെ ശക്തിയാണ് കുടം എന്ന രൂപം. അപ്പോൾ കുടത്തിൻ്റെ ശക്തി എന്താണ്? വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷിയാണ് കുടത്തിൻ്റെ ശക്തി. വാഹനത്തിൻ്റെ ശക്തി എന്താണ്? അപ്പം ചലനമാണ് ഒരു വാഹനത്തിൻ്റെ ശക്തി. അപ്പോൾ നമുക്കിനി ഈശ്വരൻ എന്ന സങ്കല്പത്തിലേക്ക് വരാം. ഈശ്വരനെ വിളിക്കണമെങ്കിൽ നാമം ജപിക്കണം. അപ്പോൾ നാമത്തിൻ്റെ ശക്തി എന്താണ്? അതിൻ്റെ ശബ്ദമാണ്. അപ്പോൾ ഈ ശക്തിയുടെ എല്ലാം ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന, അതിൻ്റെ പ്രഭവസ്ഥാനം എന്ന് കരുതാവുന്ന ഈശ്വരീയ സങ്കല്പത്തെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ നിസ്സാരതയെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ നമ്മോട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ അയാളിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചാണ് വിളിക്കുന്നത് എങ്കിൽ ആ കൂട്ടുകാരൻ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. നിങ്ങൾ ഈശ്വരനെ വിളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ ഒരു സ്വാർത്ഥ ലാഭമാണ് എങ്കിൽ ആ ഈശ്വരൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അയൽക്കാരൻ അല്ലെങ്കിൽ കൂട്ടുകാരനേക്കാളും വില കുറഞ്ഞ ആളാണോ ഈശ്വരൻ? അപ്പോൾ സ്വാർത്ഥ ലാഭമായിരിക്കരുത് ഈശ്വരനെ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം.